എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ വില്ലൻ അവനാണെങ്കിൽ വീണ്ടും വീണ്ടും ലൂഫിയെ ഇടിക്കുകയാണ്. പക്ഷേ വില്ലന് മനസ്സിലായി ലൂഫിയും അവന്റെ പവർ അത് എൻഹാൻസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന്. അവൻ എങ്ങനെ ട്രെയിനിങ് എടുത്തോ അതുപോലെ തന്നെയാണ് ഇപ്പൊ ലൂഫിയും അവന്റെ കോൺസെൻട്രേഷൻ പവർ അത് പതിയെ പതിയെ ട്രെയിൻ ചെയ്ത് അങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്ത് ലൂഫിക്കും ഒപ്പണന്റിന്റെ പഞ്ച് അത് ഫോർകാസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ വലിയ അപകടമാണ്. അങ്ങനെ സംഭവിക്കാൻ പാടില്ല, അങ്ങനെ സംഭവിച്ചാൽ അതിന്റെ തോൽവിയാണെന്ന് പറഞ്ഞ് കുറി വില്ലൻ അവൻ ആ ത്രിശൂലവും അവന്റെ ഡോണറ്റ്സും മൈൻഡ് പവറും ഹോക്കി പവറും അങ്ങനെ എല്ലാ പവറും ഉപയോഗിച്ച് ലൂഫി ആറഞ്ചം പുറഞ്ഞ് തല്ലുകയാണ്. ലൂഫിക്കാണെങ്കിൽ ഒരുപാട് അടിയടിയൊക്കെ കിട്ടും. പക്ഷേ അവന്റെ ചില പഞ്ചുകൾ നമ്മുടെ ലൂഫി അവൻ കോൺസെൻട്രേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് തടയും. കാട്ടുകുറിയാണെങ്കിൽ ടെൻഷനായി കൈ മടക്കി ലൂഫിയുടെ മുഖത്ത് ആഞ്ഞടിക്കും. നിന്റെ പ്ലാൻ എനിക്കറിയാം. 1 മണിക്ക് സ്വീറ്റ് ഐലാൻഡിലേക്ക് എത്താനല്ലേ നീ ഇത്രയും കഷ്ടപ്പെട്ട് ഫൈറ്റ് ചെയ്യണേ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിന്റെ ഫ്രണ്ട്സിനെ അതിനു മുൻപ് തന്നെ എൻ്റെ ആൾക്കാരും ബിഗ് മോമും ചേർന്ന് നശിപ്പിച്ച് കളയും. സോ നീ അവിടേക്ക് പോയിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് അപ്പോംസിന്റെ ആ ജയന്റ് കപ്പൽ കാണിക്കും. കേക്കിന്റെ ഏകദേശ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. പക്ഷെ അപ്പോഴായിരിക്കും വലിയൊരു മിസ്റ്റേക്ക് അതൊരു ഷെഫ് ചെയ്യുക. ഷിഫോൺ ആണെങ്കിൽ അവനോട് ദേഷ്യപ്പെടും. ആ കേക്കിന്റെ ഏറ്റവും ടോപ്പില് വൈറ്റ് കളറിലുള്ള റോസസ് അത് സെറ്റ് ചെയ്യണമായിരുന്നു. അവനാണെങ്കിൽ അത് സെറ്റ് ചെയ്യാനായിട്ട് വിട്ടുപോയി. ഇനി അവിടെ വൈറ്റ് റോസസ് സെറ്റ് ചെയ്യുന്നത് ഒട്ടും പ്രാക്ടിക്കൽ അല്ല. അങ്ങനെ ചെയ്ത കേക്ക് നശിച്ചു പോകും. ഷെഫ് ആണെങ്കിൽ ഇപ്പൊ അവളോട് മാപ്പ് പറയും. ഐ എം സോറി, ഇതെന്റെ മിസ്റ്റേക്കാണ്, എനിക്കറിയില്ല ഇതെങ്ങനെ സോൾവ് ചെയ്യണമെന്ന്. ഉടനെ സാഞ്ചി അവനാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ക്രീം എടുത്ത് എയർ വാക്കിലൂടെ മുകളിലേക്ക് പോയി അവിടെ റോസസ് സെറ്റ് ചെയ്യും. അതുകൊണ്ട് എല്ലാവരും ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആവുകയാണ്. അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ ആൾക്കാരെല്ലാവരും ചേർന്ന് സാഞ്ചിയും ഷിഫോണും പുട്ടിങ്ങും അവിടെയുള്ള ഷെഫുകൾ എല്ലാവരും ചേർന്ന് ആ കേക്ക് അത് റെഡിയാക്കി. കപ്പോംസിനാണെങ്കിൽ കേക്ക് കഴിക്കാനായിട്ട് കുറച്ച് കൊതിയൊക്കെ തോന്നും. അവൻ തീർത്തു പറയും ഇതില് എക്സ്ട്രാ പോയിസൺ കലക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിന്റെ ടേസ്റ്റ് കിട്ടി ബിഗ് മോം ഉറപ്പായാലും ഫ്ലാറ്റ് ആവുമെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ പൊട്ടിച്ചിരിക്കും. പുട്ടിങ് ആണെങ്കിൽ ശ്വാസമൊക്കെ വലിച്ചു വിട്ട് അങ്ങനെ റിലാക്സ് ചെയ്യും. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ ഈ കേക്ക് കംപ്ലീറ്റ് ചെയ്തു. ഇനി എത്രയും വേഗം എന്റെ മദർ ബിഗ് മോമിന്റെ അടുത്തേക്ക് ഈ ഒരു കേക്ക് അത് കൊണ്ടുപോകണമെന്ന് പറയും. അത് കേട്ട് അടുത്ത സെക്കൻഡില് അവിടെ ഉണ്ടായിരുന്ന ഷെഫുകൾ എല്ലാവരും ബോധം കെട്ട് വീഴുകയാണ്. കാരണം അവര് മണിക്കൂറുകളായിട്ട് ബ്രേക്ക് ഇല്ലാതെ ആ കേക്കിന്റെ വർക്ക് അത് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് അവർക്കൊരു അല്പം ആശ്വാസമായത്. ഇവിടെ സാഞ്ചി അവൻ ഷിഫോണിനെയും പുട്ടിങ്ങിനെയും നോക്കി പറയും, സത്യത്തിൽ നിങ്ങൾ രണ്ടുപേരും ഉള്ളതുകൊണ്ടാണ് ഈ കേക്ക് ഇത്ര അടിപൊളിയായി ഇത്രയും വേഗത്തിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. അത് കേട്ട് പുട്ടിങ്ങിന് ഭയങ്കര സന്തോഷം. അതിനുശേഷം ഞൊടിയിടയില് അവളുടെ ഉള്ളിലെ ബീസ്റ്റ് അത് പുറത്തേക്ക് വന്ന് വീണ്ടും ഇപ്പൊ സാഞ്ചിയെ ഭീഷണിപ്പെടുത്തുകയാണ്. അത് കണ്ട് ഷിഫോൺ ആണെങ്കിൽ ഇപ്പൊ പുട്ടിങ്ങിനെ വഴക്കൊക്കെ പറഞ്ഞ് നോർമലാക്കി മാറ്റും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് നമ്മുടെ ആൾക്കാരുടെ കപ്പലിനെ കാണിക്കും. കപ്പലാണെങ്കിൽ മാക്സിമം സ്പീഡിൽ മുൻപോട്ടേക്ക് പോവാണ്. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ആ ബിഗ് മോം അവളാണെങ്കിൽ അവളുടെ സൺ പവറുമായി നമ്മുടെ ആൾക്കാരുടെ പിന്നാലെ വരും. അത് കണ്ട ചോപ്പർ ആണെങ്കിൽ ആ റംബിൾ ബോള് അതൊക്കെ എടുത്ത് വിഴുങ്ങി ജയന്റായി മാറി അവളെ എതിർക്കാൻ തയ്യാറാവും. അവന്റെ കൂടെ തന്നെ കട്ട സപ്പോർട്ട് കൊടുത്ത് ബാക്കിയുള്ള നമ്മുടെ ആൾക്കാരും ഇവിടെ പരസ്പരമാണെങ്കിൽ ചോപ്പറിന്റെ ആ ഒരു ചേഞ്ച് അത് കണ്ട് ഷോക്കാവും. അതേസമയം ബിഗ് മോം അവളുടെ സ്ക്വാഡിന്റെ നീളം അത് കൂട്ടിക്കൊണ്ടുവരും. കട്ട് ചെയ്ത സാഞ്ചി അവന്റെ ഉള്ളിലാണെങ്കിൽ വലിയൊരു പ്രതീക്ഷയുണ്ട്. ഈ ഒരു കേക്ക് അത് ബിഗ് മോമിന് കൊടുത്ത് അവളെ നൈസായിട്ട് ഡൈവേർട്ട് ചെയ്ത് നമ്മുടെ ആൾക്കാരുമായിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോകാമെന്ന്. ഇവിടെ ലൂഫിക്കും അവന്റെ കോൺഫിഡൻസ് അത് കൂടി വരും. സോ അവന്റെ കോൺസെൻട്രേഷൻ പവർ അത് കൂടുതൽ എൻഹാൻസ് ചെയ്ത് ആ വില്ലനെ തകർക്കാൻ തയ്യാറായി കഴിഞ്ഞു. കട്ട് ചെയ്ത ഇവിടെ ബിഗ് മോം അവളുടെ സ്ക്വാഡ് എടുത്ത് ആഞ്ഞു വീശാണ്. ആ ഒരു വീശലില് നമ്മുടെ ചോപ്പർ അവന്റെ കൈ അത് സ്ക്വാഡിന് നേരെ വെച്ച് സ്ക്വാഡ് തടയും. ബിഗ് മോം ആണെങ്കിൽ അപ്പോഴും വിടാതെ രണ്ടാമതും ആ സ്ക്വാഡ് ആഞ്ഞു വീശും. ഇത്തവണ ചോപ്പർ അവന്റെ ചെസ്റ്റ് ഉപയോഗിച്ചായിരിക്കും ആ ഒരു അറ്റാക്കിനെ പ്രിവെന്റ് ചെയ്യുക. നാമിക്കാണെങ്കിൽ അത് കണ്ട് പേടിയായി അവൾ നിലവിളിക്കാൻ തുടങ്ങും. ഇവിടെ ബ്രൂക്ക് അവൻ ഐസും കാറ്റും ഒക്കെ ഉപയോഗിച്ച് ആ സണ്ണിനെ പ്രിവെന്റ് ചെയ്യാൻ നോക്കും. പക്ഷെ സണ്ണാണെങ്കിൽ ഫുൾ പവറിൽ അങ്ങനെ നിൽക്കുകയാണ്. ബിഗ് മോം ആണെങ്കിൽ അവളുടെ സൺ പവറിനെ അങ്ങനെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യും. അതിനുശേഷം ആ കപ്പലിനെ മുഴുവനും വിഴുങ്ങാനായി കപ്പലിന്റെ അടുത്തേക്ക് വരും. ബിഗ് മോം ഫുൾ കലിപ്പിൽ ദേഷ്യപ്പെട്ട് അവളുടെ വെഡ്ഡിങ് കേക്ക് അതെവിടെയും ചോദിക്കും. അപ്പോഴായിരിക്കും നാമി ദൂരത്തായിട്ട് ഒരു കപ്പൽ അവിടേക്ക് വരുന്നത് കാണുക.
ഉടനെ എല്ലാവരും ഇപ്പൊ ആ ഒരു ഭാഗത്തേക്ക് തന്നെ നോക്കുകയാണ്. നാമിക്കാണെങ്കിൽ അവളുടെ കണ്ണുകൾ നിറയും. കാരണം അതൊരു കപ്പലാണ്, കപ്പോംസിന്റെ കപ്പല്. അതില് ആ വലിയ വെഡിങ് കേക്ക് അവര് കാണും. ബിഗ് മോമിനെ കൺട്രോൾ ചെയ്യാനുള്ള ആ ഒരു കീ, അതാണ് ഇപ്പൊ കപ്പോംസിന്റെ കപ്പലില് അവിടേക്ക് എത്തുന്നത്. ബിഗ് മോമിനാണെങ്കിൽ ആ കേക്കിന്റെ സ്മെല്ല് കിട്ടും. അവൾക്കത് കിട്ടേണ്ട താമസം അവൾ നാവിലൂടെ വെള്ളമൊക്കെ ഒഴുക്കി കൊതിയൂറി അങ്ങനെ നിൽക്കുകയാണ്. അതേസമയം ഇവിടെ കപ്പലിൽ കപ്പോംസ് അവൻ പറയും, ബിഗ് മോമും അവളുടെ ആൾക്കാരും ചേർന്ന് നിങ്ങളുടെ കപ്പല് ഓൾമോസ്റ്റ് തകർത്തിരിക്കുകയാണ്. അവളും അവളുടെ പടയും നിങ്ങളുടെ കപ്പലിനെ റൗണ്ട് ചെയ്ത് കഴിഞ്ഞു. എത്രയും വേഗം എന്തെങ്കിലും ചെയ്തിട്ടില്ല എങ്കിൽ അവർ ആ കപ്പൽ തകർക്കും. നാക്ക് നീണ്ടവനാണെങ്കിൽ ബൈനോക്കുലറൊക്കെ വെച്ച് അവിടെ മുഴുവൻ ചെക്ക് ചെയ്യും. അവിടെ മുഴുവൻ ബിഗ് മോമിന്റെ ആൾക്കാരെ കണ്ട് അവനും അല്പം ഷോക്കാവും. ഹോംസ് ആണെങ്കിൽ അവന്റെ അസിസ്റ്റൻസിന്റെ അടുത്ത് റെഡി ആയിട്ട് നിൽക്കാൻ പറയും. ഒരവസരം കിട്ടിയ ബിഗ് മോമിനെ ഷൂട്ട് ചെയ്ത് കൊല്ലാനായിട്ട് അവൻ ഇൻസ്ട്രക്ഷൻ കൊടുക്കും. അതേസമയം സാഞ്ചി അവൻ ദൂരത്ത് നിൽക്കുന്ന നാമിയെ കണ്ട് അങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് വളഞ്ഞു പൊളഞ്ഞു നിൽക്കുകയാണ്. അത് കണ്ട് ജിംബൈക്ക് ഭയങ്കര അത്ഭുതം. ഒരുപക്ഷെ അവൻ എന്തെങ്കിലും പവർ അത് റിലീസ് ചെയ്യാനായിരിക്കോ ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്നൊക്കെ ചിന്തിച്ച് ജിംബൈ ആണെങ്കിൽ കൂലങ്കക്ഷ ചിന്തിക്കും. പരസ്പരമാണെങ്കിൽ ബൈനോക്കുലർ വെച്ച് ആ ഒരു കേക്ക് നോക്കും. വെഡിങ് ടൈമിൽ ക്രിയേറ്റ് ചെയ്ത അതേ ഡിസൈനില് അതേ സൈസില് ഒരടിപൊളി കേക്ക്. പക്ഷെ ആ കേക്ക് കൊണ്ടുവരുന്നത് കപ്പോംസിന്റെ കപ്പലിലാണ്. സോ തീർച്ചയായിട്ടും അവൻ ആ കേക്കില് പോയിസൺ അത് കലർത്താനായിട്ട് ചാൻസ് വളരെ കൂടുതലാണ്. പോയിസൺ കലർത്തിയ ആ ഒരു കേക്ക് ബിഗ് മോം കഴിച്ച അവളുടെ കാറ്റ് പോവും. ബിഗ് മോം ആ കേക്ക് കഴിക്കാതിരിക്കാൻ ഞാൻ ബിഗ് മോമിനെ തടഞ്ഞ തീർച്ചയായിട്ടും ബിഗ് മോം എന്നെ തല്ലിക്കൊല്ലും. സോ ഞാൻ എന്ത് ചെയ്യുന്നു ചിന്തിച്ച് അവനാണെങ്കിൽ വല്ലാതെ ടെൻഷനായിട്ട് അങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ട് നിൽക്കും. ചോപ്പറിനാണെങ്കിൽ നമ്മുടെ ആൾക്കാരെയും ആ വെഡിങ് കേക്കൊക്കെ കാണുമ്പോൾ ഒരുപാട് സമാധാനം. അതേസമയം പരസ്പരം അവനാണെങ്കിൽ എന്തുകൊണ്ട് ആ ഒരു വെഡിങ് കേക്ക് അത് നശിപ്പിച്ചുകൂടാ എന്നൊരു തോട്ട് വരും. ഇവിടെ സാഞ്ചി ആണെങ്കിൽ കപ്പോംസിനോട് പറയും, ബിഗ് മോം അവർ ആ കേക്ക് തിന്ന് തീർക്കുന്നത് വരെ യാതൊരു കാരണവശാലും ബിഗ് മോമിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പാടില്ല. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാൽ അവരോട് ചെയ്യാം. ഷിഫോൺ ആണെങ്കിൽ പുട്ടിങ്ങിനോട് യാത്ര പറയും. അതിന് അവളും തിരികെ യാത്രയൊക്കെ പറഞ്ഞ് പുട്ടിങ് അവൾ സാഞ്ചിയുമായി സേഫായി അവരുടെ കപ്പലിലേക്ക് പോവും. ആ സമയം കപ്പോംസ് അവനാണെങ്കിൽ അടുത്തുള്ള ഒരു ഐലാൻഡിലേക്ക് കപ്പൽ ടേൺ ചെയ്യാണ്. കാരണം കടലിൽ വെച്ച് ബിഗ് മോമിനെ അറ്റാക്ക് ചെയ്യുക എന്നത് വളരെ റിസ്ക് ആണ്. സോ കരയിൽ കൊണ്ടുപോയി എങ്ങനെയെങ്കിലും അവൾ അറ്റാക്ക് ചെയ്ത് കൊല്ലണം. അതാണ് കപ്പോംസിന്റെ ഇപ്പോഴത്തെ ഒരേ ഒരു ലക്ഷ്യം. ഉടനെ ബിഗ് മോം ആണെങ്കിൽ കപ്പോംസിന്റെ കപ്പലിനെ അതിനെ ഫോക്കസ് ചെയ്യും. അതിനുശേഷം അതിന്റെ പിന്നാലെ പോകാൻ തയ്യാറാവുകയാണ്. ഇവിടെ ആ പരസ്പരയ്ക്ക് ഏകദേശം കാര്യം പിടികിട്ടും. സോ എങ്ങനെയെങ്കിലും നമ്മുടെ ആൾക്കാരുടെ പ്ലാനൊക്കെ തകർക്കാൻ അവനിപ്പോ എന്തൊക്കെയോ കൂലങ്കക്ഷായിട്ട് ചിന്തിക്കുകയാണ്. അതേസമയം നമ്മുടെ കപ്പലിലേക്ക് സാഞ്ചി തിരികെ എത്തി. സാഞ്ചിയെ കാണേണ്ട താമസം എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ജിംബൈ ആണെങ്കിൽ സാഞ്ചിയോട് മാപ്പ് പറയും, ഐ എം സോറി, എന്നെ കൊണ്ട് പറ്റും പോലെ ഈ കപ്പലിനെ സേവ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചതാണ്. പക്ഷെ അപ്പോഴേക്കും ബിഗ് മോം കപ്പലിനെ ഈ ഗതിയിലാക്കി. ചോപ്പർ ആണെങ്കിൽ അത് കേട്ട് ടെൻഷനാവും. നിങ്ങൾ എന്തായി പറയണേ ജിംബൈ, നിങ്ങൾ തക്ക സമയത്ത് ഞങ്ങളോടൊപ്പം കണക്ട് ആയതുകൊണ്ടാണ് ഇത്രയെങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കാനായത്. ഞങ്ങൾക്ക് ആർക്കും ഞങ്ങളുടെ ജീവൻ അത് നഷ്ടപ്പെടാതിരുന്നതിന്റെ ഏക കാരണക്കാരൻ നിങ്ങൾ മാത്രമാണ്. അടുത്ത നിമിഷം സാഞ്ചി അവൻ ചുറ്റും നോക്കി പെട്രോയും ക്യാരറ്റും അവർ രണ്ടുപേരെ എവിടെയും ചോദിക്കും. അത് കേട്ട് നമ്മുടെ ആൾക്കാര് അവരങ്ങനെ തലതാഴ്ത്തി നിൽക്കുകയാണ്. പരസ്പരയ്ക്കും ടീമിനും ആണെങ്കിൽ ബിഗ് മോമിനെ ഫോളോ ചെയ്യണോ അതോ നമ്മുടെ ആൾക്കാരെ നശിപ്പിക്കാൻ തൗസൻഡ് സണ്ണി കപ്പലിന്റെ അടുത്തേക്ക് പോകണോ എന്നറിയാതെ അവരങ്ങനെ വണ്ടറടിച്ച് നിൽക്കും. കട്ട് ചെയ്ത ഇവിടെ ആ കട്ടമുറു വില്ലനും ലൂഫിയും അവരാണെങ്കിൽ ഇപ്പോഴും നിർത്താതെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ആ ചിന്നപ്പെണ്ണ് വില്ലെത്തി. അവളാണെങ്കിൽ ലൂഫിയുടെ അവസ്ഥ കണ്ട് അവളുടെ ഫ്രണ്ട്സിനോട് പറയും, ഇനിയും അധിക നേരം ഫൈറ്റ് ഉണ്ടാവില്ല. ആ ലൂഫിയുടെ കാറ്റ് അത് ഓൾമോസ്റ്റ് പോവാനായി. അപ്പോൾ അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ചെയ്ത് ലൂഫിയെ കാണിക്കും. അവൻ ഒരുപാട് അടി കിട്ടിയിട്ടും വീണ്ടും ആ വില്ലിന് നേരെ അങ്ങനെ ചാടി എഴുന്നേറ്റ് വരുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.